ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ ആണ്. ഇഫ്താറിനൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇറച്ചി കേക്കാണ്. അപ്പോൾ ഇറച്ചി കേക്ക് എന്ന് ഇറച്ചി പോള എന്നൊക്കെ പറയുന്നതിന്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്. കാണുമ്പോൾ തന്നെ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്, വളരെ സോഫ്റ്റ് ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് 2 സവാള വേണം. അപ്പോൾ 2 സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ് വേണ്ടത്. ഇനി എരിവിനനുസരിച്ച് ഒരു മുളക് നമുക്ക് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി വേണം. ഫസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്രൈ പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച സവാള നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി സവാള ഒന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. സവാള വാടിയതിനു ശേഷം നമുക്ക് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാ സവാളയിലേക്ക് ആവുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇടാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ കരിവേപ്പിൻ്റെ കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കന് വളരെ പൊടിയായിട്ട് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ ഒരു സവാളയുടെ മിക്സിലോട്ട് നമ്മുടെ ചിക്കന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആയി കിട്ടണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മിക്സ് ആക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മസാല ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഇവിടെ ഞാൻ 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ മസാലയ്ക്ക് അനുസരിച്ചുള്ള മുട്ട ആവശ്യം ഉണ്ടാകും. എൻ്റെ മസാലയ്ക്ക് അനുസരിച്ച് എനിക്ക് ഇവിടെ 4 മുട്ടയാണ് ആവശ്യമുള്ളത്. അപ്പോൾ 4 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മസാല കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം മുട്ട എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എരിവിനനുസരിച്ച് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു മുട്ടയുടെ മിക്സ് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു ബൗൾ എടുക്കണം. ആ ഒരു ബൗളിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. വലിയ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ മൈദ മതിയാകും. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ലൂസിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മുട്ടയുടെ മിക്സിലോട്ട് നമുക്ക് ഒരു മൈദയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിന് നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാല നല്ലപോലെ ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടാറണം, എന്നിട്ട് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു മുട്ടയുടെ മിക്സ് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം. നല്ല പോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട്
ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് താഴ്ത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ഈ ഒരു പാത്രം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. എന്നാലും നമ്മൾ ആ ഒരു മസാല എല്ലായിടത്തും ഒന്ന് ആവുള്ളൂ. ഇനി ഒരു എന്തെങ്കിലും ഒരു പാത്രം എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതൊരു 20 to 25 മിനിറ്റ് വരെ അടച്ചു വെക്കണം. പിന്നെ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ലപോലെ ഇത് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിത് അതൊരു വേറെ പാത്രത്തിലോട്ട് നമ്മൾ മറിച്ചിടണം. അങ്ങനെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനിവിടെ ഫ്രൈ പാനിക്കാണ് മറിച്ചിട്ടുള്ളത്. നമുക്കിത് നേരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് നേരം കുക്ക് ചെയ്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന്. ഇനി നമ്മളിത് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാണത്തിന് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു പീസ് ഇവിടെ മുറിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആണ്. നല്ല പോലെ തന്നെ നമ്മളെ ഇറച്ചിക്കേക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഫ്താറിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റാന്നുള്ളത്. സോഫ്റ്റ് മാത്രമല്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. നമുക്കിതിന് ഓയിലോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചത് ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.